ഹലോ ഗായ്സ്, നമുക്കിത് ചക്കയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയത്, അരിപ്പൊടി, ചക്കപ്പഴം, ജീരകം, ഏലക്ക, ശർക്കര, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ കൂഴച്ചക്കയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വരിക്കച്ചക്കയുടെ പഴം വെച്ച് ഉണ്ടാക്കാം. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി വെച്ച് എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചക്ക നല്ലതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ അരച്ചെടുത്തപ്പോൾ 1 ഗ്ലാസോളം ചക്ക പഴം കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ശർക്കര ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ശർക്കര അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഈ ശർക്കരയൊന്ന് നല്ലതുപോലെ പാനിയാക്കി എടുക്കാം. അപ്പോൾ അത് പാനിയാക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ആ സമയം കൊണ്ട് നമ്മളിവിടെ ചക്ക അരിഞ്ഞു വെച്ചതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും കൂടെ ഇടണം. ഉപ്പ് ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് തേങ്ങായും പിന്നെ ഞാൻ ഏലക്കായും ജീരകവും ഇവിടെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ നല്ലതുപോലെ കുഴയ്ക്കുന്നതോറും അതിന് കൂടുതൽ മയം വരത്തതേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശർക്കര പാനിയുടെ ചൂട് പോയപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെക്കാട്ടിൽ ലൂസായിട്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ പരുവത്തിന് കിട്ടി. അങ്ങനെ ഞാൻ അതവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിത് ഒന്ന് റെഡിയാക്കി അടുപ്പിൽ വെക്കണം. അപ്പോഴത്തേക്കും ഞാൻ ഇലയൊക്കെ കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കുമ്പിൾ കുത്തിയിട്ടാണ് നമ്മൾ മാവ് ഇതിലേക്ക് വെക്കുന്നത്. അതിന് മുന്നായിട്ട് നമുക്കിവിടെ നമ്മുടെ തട്ടത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം തിളയ്ക്കാനായിട്ട്. അപ്പം ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഇലയെല്ലാം കുമ്പിൾ കുത്തി അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വെള്ളവും വെച്ച് അതിൽ തട്ടും എടുത്ത് വെച്ചു. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്കിന് ഇവിടെ ഇങ്ങനെ കുമ്പിൾ കുത്തി അതിലേക്ക് ഞാൻ ആ മാവെടുത്ത് കുറച്ച് മാവെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ തണ്ട് ഭാഗം ഉള്ളിലേക്കാണ് കയറ്റി വെക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് ടൈറ്റായിട്ട് അഴിഞ്ഞു പോകാതെ ഇവിടെ ഇരുന്നോളും. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15ഓളം ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം എല്ലാം തിളച്ചു. അങ്ങനെ ഞാൻ അതെല്ലാം മറക്കി കഴിഞ്ഞിട്ട് വെച്ചു. അങ്ങനെ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം തീ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റെഡിയാകും. അങ്ങനെ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വേണം കല്യാണികളൊന്ന് ചോദിച്ചു നോക്കാം. അതിനായിട്ട് ഞാൻ കല്യാണിയുടെ മുന്നിൽ കൊണ്ടുപോയി കല്യാണി ഇതെടുത്ത് കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ചൂടുള്ളതുകൊണ്ടാണ് അവിടെ എക്സ്പ്രഷൻ ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ലതായിരുന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇനി ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.